അളിയനോട് പറയണമെന്നായിരുന്നു എൻ്റെ അഭിപ്രായം. പക്ഷേ ചിന്നു സമ്മതിക്കുന്നില്ല. അല്ല, നിനക്കറിയാവല്ലോ ഞാൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നടത്തിയെടുക്കുമെന്ന്. ആ അറിയാം മാമ, അതൊക്കറിയാം. റിങ്കി, മോളെ എന്താ നിന്റെ അഭിപ്രായം? എനിക്ക് എന്താ അഭിപ്രായം മാമ, ഞാൻ ഇത് പണ്ടേ ആഗ്രഹിച്ച കാര്യമാണ്. റിങ്കി, നിന്റെ അഭിപ്രായം? എനിക്കിത് ഇഷ്ടമൊക്കെ തന്നെ മാമ. പക്ഷെ അച്ഛൻ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എടുക്കുമെന്നുള്ളതാണ് ഡൗട്ട്. ആ ഒറ്റ കാര്യത്തിലേ ഉള്ളൂ എനിക്കും ടെൻഷൻ. പണ്ടൊരു കുടുംബത്തിലെ ഇതുപോലൊരു വിഷയം ഉണ്ടായി. അതിന്റെ ഷോക്ക് താങ്ങാൻ പറ്റാതെ ആ കുടുംബത്തിലെ ഗൃഹനാഥം ഉണ്ടല്ലോ തൂങ്ങിച്ചത്ത്. എവിടെ? ഏത് കുടുംബം? അതങ്ങ് ദൂരം ഇംഗ്ലണ്ടിൽ. ഇതൊക്കെ അറിയണം. അപ്പച്ചി ഇത് നല്ലപോലെ ആലോചിച്ചെടുത്ത തീരുമാനമാണല്ലോ. അതുപോലെ ഒരു തീരുമാനം എടുക്കാനുള്ള പക്വതയും ജീവിതാനുഭവങ്ങളൊക്കെ അപ്പച്ചിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആരുടെ ഇഷ്ടാനിഷ്ടങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല. എന്താണോ ശരി അത് ചെയ്യാം. മണി, ഇതെന്ത് ആർക്കും ഒന്നും കഴിക്കണ്ടേ ഇവിടെ? മണിക്കൂട്ടാ കഴിക്കണ്ടേ? എനിക്കിപ്പോ കഴിക്കണ്ട അളിയാ. എന്ത് കഴിക്കണമെന്നൊക്കെ എനിക്കറിയാം. അല്ല, സമയത്രായി? 11:30. ഞാന് താഴോട്ടൊന്ന് പോവുക. ചേച്ചി എന്നാ പിന്നെ ഞാനും അങ്ങോട്ട് താഴോട്ട് പോയേ. നീ ഇപ്പം താഴോട്ട് പോണെന്തിന്? താഴോട്ട് പോണല്ലോ, എത്തണമല്ലോ. താഴോട്ട് ഇറങ്ങിയാലല്ലേ താഴോട്ട് പോകാൻ പറ്റും. എടി നീ പോക്കോ, ഞാനും വരും കേട്ടാ. നീ ഇപ്പൊ എന്തിനു താഴോട്ട് പോണ്? അവള് താഴേക്ക് പോയല്ലോ, അവളുടെ കൂടെ ഞാനും താഴോട്ട് ഇറങ്ങിയാലല്ലേ ഞാൻ അവിടെ എത്തുള്ളൂ. മണി, നിങ്ങൾ എല്ലാരും കൂടെ എന്നെ ഒഴിവാക്കിട്ട് കുനുകുനാന്ന് സംസാരിക്കുന്നത് എന്തോന്നാണ്? ആരൊഴിവാക്കി ഇന്ന്? അച്ഛന്റെ കോംപ്ലക്സ് വർക്കൗട്ട് ആയി തുടങ്ങിട്ടാ. എന്തോന്നാണ് ഈ കോംപ്ലക്സാ? ആർക്ക്? റിങ്കി, നീയേ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോഴേ നീ ചിന്നൂന്റെ അടുത്ത് പറഞ്ഞില്ല ആരുടെ ഇഷ്ടാനിഷ്ടം നോക്കണ്ട, അപ്പച്ചി തീരുമാനം എടുത്തിട്ട്. എന്തോന്ന് നീ അങ്ങനെ പറഞ്ഞതിന്? ഇഷ്ടാനിഷ്ടങ്ങളാ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞേ ഇല്ല. ഞാൻ കേട്ടതാണല്ലോ നീ പറഞ്ഞത്. എന്തോന്ന് കച്ച പറയണ അമ്മ? ഞാൻ അങ്ങനെ വല്ലതും പറഞ്ഞ? നീ അങ്ങനെയല്ലോ പറഞ്ഞ? ഏയ്, അവൾ അങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടായില്ലല്ലോ. അവള് പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. പിങ്കി, ഞാൻ അങ്ങനെ വല്ലതും പറഞ്ഞ? ചേച്ചി അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ചേച്ചി ഇതുവരെ സംസാരിച്ചതില് ഇഷ്ടം എന്ന് പറഞ്ഞൊരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല. ഇഷ്ടം എന്ന് പറയാതെ അങ്ങനെ ഇഷ്ടാനിഷ്ടം എന്നൊക്കെ പറയല്ലേ? അത് തന്നെ. അച്ഛൻ എന്തോന്ന് വെച്ചാ പറ്റിയത്? ഉറക്കം ശരിയായില്ലേ ഇന്നലെ? എല്ലാരും കൂടെ എന്റെ ഉറക്കം കളയാതിരുന്നാ മതി. ആ പിങ്കി, വാ നമുക്ക് താഴോട്ട് പോവാം. നീ വരണ? ഞാനും വരാൻ കേട്ടാ. ഇപ്പൊ അവര് പെട്ടെന്ന് താഴോട്ട് പോണെന്തിന്? താഴെ കുറച്ച് കപ്പ പുഴുങ്ങി വെച്ചിരിക്കുന്നു, അത് തിന്നാൻ പോണത്. അയ്യോ എന്തൊരു കഷ്ടം ഭഗവാനെ. ഞാൻ പോണു. മണി, എന്താ ഒന്നും പറയില്ലല്ലോ. ഞാൻ കേട്ടതാണല്ലോ അപ്പച്ചി ആരുടെ ഇഷ്ടാനിഷ്ടം നോക്കണ്ടെന്ന്. ഞാൻ കേട്ടതാണ് അവള് പറഞ്ഞത്. എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. മണിയേ, മണി, എല്ലാം കൂടെ എവിടെ പോയോ എന്തോ. മക്കളെ, പിങ്കി, ഓരോരുത്തരായിട്ടാണല്ലോ ഇറങ്ങി വന്നത്. ചിന്നുവേ, മണി അടുക്കളയിലും ഇല്ല. ഇപ്പൊ മേളിൽ നിന്നെല്ലാം കൂടെ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് അളിയാ